ഹലോ ഗെയ്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ഹുണ്ടായുടെ i20 ആയിട്ടാണ്. അപ്പോൾ ഇതിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ ഇന്റീരിയർ ഭാഗങ്ങൾ കാണാനല്ലേ നല്ല അടിപൊളി നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ്. പിന്നെ ഇതിൻ്റെ കിലോമീറ്ററൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ജനുവൽ കിലോമീറ്റർ. 1,32,200 കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് ഡീസലിൽ. അപ്പോൾ ഇതിൻ്റെ ഇന്റീരിയർ ഭാഗമൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടാവും. നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള വാഹനം തന്നെയാണ്. ഇനി ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ വീഡിയോ കൂടെ കാണാം. ഓക്കെ, വീഡിയോക്ക് പോവാം. ഹുണ്ടായിയുടെ i20 മാഗ്ന പ്ലസ് എന്ന വാഹനമാണ്. 2011 രജിസ്ട്രേഷൻ വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പാണ് ഈ വാഹനത്തിന് ഉള്ളത്. ഡീസലാണ് വേരിയന്റ്. ഡീസലിൽ 1,06,500 കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുണ്ട്. മേജറായിട്ടുള്ള ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഒന്നും തന്നെ വരാത്ത വാഹനമാണ്. ഈ വാഹനത്തിന്റെ പുറംബോഡി നോക്കുകയാണെങ്കിൽ തന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ടാണ് കാണാൻ കഴിയുന്നത്. ഹെഡ്ലൈറ്റുകളൊക്കെ നല്ല ഗ്ലേസിങ്ങോട് കൂടിയിട്ട് തന്നെ ഉണ്ട്. പിന്നെ ടയറുകളൊക്കെ നല്ല വീൽ ചക്രങ്ങൾ വെച്ച് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. എവിടെയും തന്നെ സ്ക്രാച്ച് അതുപോലെ തന്നെ പാച്ച് വർക്ക് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ്. അടിപൊളി ഷോറൂം കണ്ടീഷനാണ് ഈ വാഹനം ഉള്ളത്. നമുക്ക് ഈ വാഹനത്തിന്റെ ഇന്റീരിയർ ഭാഗം നോക്കാം. ഇന്റീരിയർ നല്ല വൃത്തിയുള്ള ഒരു ഡാഷ്ബോർഡ് കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ ക്യാമറ ഒക്കെ ഉണ്ട്. ഇന്റീരിയറിലൊക്കെ ആ ഡോറിന്റെ ആ ഭാഗങ്ങളിലൊന്നും ചളിയോ കറയോ പൊടിയൊന്നും തന്നെ ഇല്ല. സീറ്റ് കവറൊക്കെ നല്ല ലെതറിന്റെ സീറ്റ് തന്നെയാണ്. ഫ്ലോറിലൊന്നും പൊടി കറയോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. തുരുമ്പ് കാര്യങ്ങളൊന്നും എവിടെയും കാണുന്നില്ല. അതുപോലെ തന്നെ ഇതിന്റെ മീറ്റർ ഭാഗത്തായാലും നല്ല വൃത്തിയായിട്ട് തന്നെ ഉണ്ട്. നമുക്ക് ഇതിന്റെ പാസഞ്ചർ സൈഡും നോക്കാം. പാസഞ്ചർ സൈഡിലും ആ ഒരു വൃത്തിയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ആ ഡോറിലൊക്കെ സ്പീക്കറൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ബാക്കിൽ സ്റ്റാൻഡൊക്കെ ഉണ്ട്. മൊത്തത്തില് പാസഞ്ചർ സൈഡ് നല്ല വൃത്തിയായിട്ട് തന്നെ കാണാൻ കഴിയുന്നത്. ബ്രേക്ക് ലൈറ്റുകൾ നല്ല ബേസും കൂടിയിട്ട് തന്നെ ഉണ്ട്. ഇതിന്റെ എഞ്ചിൻ ഭാഗം നോക്കാം. അപ്രൈസ് കാര്യങ്ങളൊക്കെ ആ പേസ്റ്റിംഗ് ഒക്കെ അതുപോലെ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. എവിടെയും അപ്രൈസറിൽ അവിടെയും തുരുമ്പില്ല. പിന്നെ ഇഞ്ചിന്റെ എല്ലാ ഭാഗങ്ങളും നീറ്റ് ആൻഡ് ക്ലിയർ ആണ്. പുതിയൊരു അടിപൊളി ബാറ്ററി ഉണ്ട് അമറോണിന്റെ. ഡീസൽ വാഹനമാണെന്നൊക്കെ പറഞ്ഞിരിക്കേണ്ട രീതിയിലുള്ള അത്രയും നീറ്റ് ആയിട്ട് തന്നെയാണ് ഇതിന്റെ എഞ്ചിൻ റൂമൊക്കെ ഉള്ളത്. പൊടിയോ അതേപോലെ ഓയിൽ കറയോ ഒന്നും തന്നെ ഇല്ല. ഡിക്കിയുടെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ തന്നെ നല്ല വൃത്തിയായിട്ട് തന്നെയാണ് ഉള്ളത്. മാറ്റൊക്കെ വിരിച്ച് ഫ്രഷ് ആക്കി വെച്ചിട്ടുണ്ട്. ഈ വാഹനത്തിന്റെ ടയർ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ ഒരു 75-80% ഉള്ളിൽ വരുന്ന ടയറുകളാണ്. 4 ടയറുകളും ഒരു ആവറേജ് കണ്ടീഷനിലുണ്ട്. എവിടെയും പുറമോടിയിലും സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതുപോലെ തന്നെ ഇന്റീരിയറും നല്ല ഗുഡ് കണ്ടീഷൻ ആയിട്ട് തന്നെയാണ് കണ്ടത്. അപ്പൊ ഈ വാഹനത്തിന് ഇവർ ആഗ്രഹിക്കുന്ന വില എന്ന് പറയുന്നത് 1,97,000 രൂപയാണ്. ഇത് നെഗോഷ്യബിൾ ആണ്. നിങ്ങളൊരു മണ്ണാർക്കാട്ടുകാരൻ 2.0 എന്ന ചാനൽ കാണുന്നയാളാണെങ്കിൽ വിളിക്കുക. നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. അപ്പൊ ഈ വാഹനത്തിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് പെരിന്തൽമണ്ണ മണ്ണാർക്കാട് ദേശീയപാതയില് കരിങ്കലത്താണി പ്രീമിയർ യൂസ്ഡ് കാർ ഷോറൂമിലാണ്. ഇവരായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾ നേരിട്ട് വിളിക്കുക. വണ്ടീനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക. അപ്പോൾ അടിപൊളി ഫാമിലി കാറാണത്. അപ്പോൾ ഈ വാഹനത്തിന് വേറെ രീതിയിലുള്ള തട്ടമുട്ട ആക്സിഡന്റോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നല്ല അടിപൊളി കണ്ടീഷനിലുള്ള ഒരു വാഹനം തന്നെയാണ്. ബോഡി കണ്ടീഷനൊക്കെ നല്ല ലെവലിലുള്ള വണ്ടി തന്നെയാണ്. ഈ വാഹനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വാഹനം ഇഷ്ടപ്പെടുകയാണെങ്കിലോ അതുപോലെ സെക്കൻഡ് ഹാൻഡ് വാഹന വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിലോ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇതുപോലുള്ള പുതിയ പുതിയ പ്രീമിയം കാറുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ നല്ലവരായ കൂട്ടുകാർക്കും സബ്സ്ക്രൈബേഴ്സിനും നന്ദി, നമസ്കാരം. താങ്ക് യു.